നീ അങ്ങോട്ട് എവിടേക്കാ? അത് വലിയ എന്റെ ഫോൺ റൂമിനകത്ത് ഇരിക്കുക, അതെടുക്കാൻ. ഇവൻ വൈദേഹി അവളുടെ അമ്മയും തിരിഞ്ഞു പോയതല്ല, വേറെ എങ്ങോട്ടും ആണ്. ആൾക്ക് നല്ല ടെൻഷനും ഉണ്ടല്ലോ. ഞാൻ ഫോൺ എടുത്തു വലിയ ഞാൻ അങ്ങോട്ട്. ഭാഗ്യത്തിന് ആരും തന്നെ ഒന്നും കണ്ടിട്ടില്ല. ഇതുവരെ ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ ബോഡി എങ്ങനെ പുറത്തേക്ക് എടുക്കുക? എല്ലാരും ഉറങ്ങിയതിന് ശേഷം പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നല്ലത്. ഇനിയൊരു പക്ഷെ ബോഡി കിട്ടിയാലും അത് ചന്ദ്രികയുടെ അക്കൗണ്ടിലാണ് കയറുക. അമ്മേ, അതൊക്കെ ഇരിക്കട്ടെ. ചന്ദ്രിക എന്നെ വിളിച്ചിരുന്നോ? ഇല്ല സർ. നിന്നെ എങ്ങാനും വിളിച്ച എന്നെ ഒന്ന് വിളിക്കാൻ പറയും. വേറൊന്നും പറയാൻ നിൽക്കണ്ട. സംശയമില്ല, ഇവൻ ചന്ദ്രികയുടെ ആള് തന്നെ. ഇപ്പോഴെല്ലാം മനസ്സിലായത്. അവൻ ചന്ദ്രികയുടെ ആള് തന്നെയാ. വലിയേട്ടനെ കുടുംബത്തെ സ്വാധീനിച്ച് എല്ലാരെയും ആ ചന്ദ്രിക കയ്യിലെടുത്തിരിക്കുക. ആദ്യം ഈ വീട്ടിൽ നിന്ന് വേണം രക്ഷപ്പെടാൻ. വലിയേട്ടൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഊർമിള, ഊർമിള, അവിടെ നിന്ന്. നീ ആ മെഴുകുതിരി ഒന്ന് കത്തിച്ചേ. ഊർമിള, ഊർമിള, മെഴുകുതിരി കത്തിക്കാൻ പറഞ്ഞപ്പോ പുറത്തേക്ക് പോയല്ലോ.
ഊർമിള, ഊർമിള, ഊർമിള അവിടെ നിന്നേ. ഊർമിള, ഊർമിള. എന്താ അമ്മേ? ഇവളെന്താ മോളിന്ന് ഇറങ്ങി വരുന്നു? എന്തിനാ അമ്മേ വിളിച്ചത്? നീ എവിടുന്ന് മോളിന്ന് ഇറങ്ങി വരുന്നത്? അപ്പൊ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് നീയല്ലേ? ഞാനെങ്ങോട്ടും പോയിട്ടില്ല. പുറത്തേക്ക് പോയിന്നാ? ആരായിരുന്നു? ഇരുട്ടത്ത് നിഴല് കണ്ടപ്പോ ഞാൻ ഊർമിളയെന്നാ കരുതിയെ. അതിരിക്കട്ടെ, അമ്മ എവിടെ? എന്തു പറ്റി കൗസല്യേ? അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ പുറത്തേക്ക് പോയതാരാ? എല്ലാരും ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആര് പോകാനാ? ഇരുട്ടത്ത് വല്ല നിഴലും കണ്ട് മനുഷ്യരാന്ന് തോന്നിയതാവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരെ കാണാനില്ലല്ലോ. എന്തുപറ്റി? അത് പിന്നെ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. ഇരുട്ടത്താരോ ഇറങ്ങിപ്പോകുന്ന നിഴല് കണ്ടു എന്ന് അമ്മ പറയുന്നു. നിന്റെ ഈ വെപ്രാളവും ഇരുട്ടത്തിറങ്ങിപ്പോയ നിഴലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വരണേ? ഇതൊക്കെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ചത്ത് കാണുമെന്നാ കരുതിയേ. ബോഡി ഒന്ന് മറവ് ചെയ്തിട്ട് ബാക്കിയൊക്കെ പറയാന്ന് വിചാരിച്ചു. പക്ഷെ അവര് ജീവനോടെ പോയില്ലേ. അതെന്താ അങ്ങനെ? ബോധം തെളിഞ്ഞിട്ടും അമ്മയച്ഛനെയും കാണാതെ പോയത്? ആർക്കറിയാം അതൊക്കെ? ഞാൻ ആ മുറിയിൽ വെച്ചല്ലേ അവർ അറ്റാക്ക് ചെയ്തേ. അപ്പൊ അവിടെ വെല്ലിച്ചൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി കാണും. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ? ആ വെല്ലിച്ചിട്ട് അവരെ കാണുന്നതിന് മുമ്പ് നമുക്ക് അവരെ അന്വേഷിച്ചാലോ? ശരി, നടക്ക്. നീ ആദ്യം നടക്ക്. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ? ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ? ഒരു കഥയായി അവളകലും, അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും.
അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്തേ ഈ വഴിയിൽ വഴിമറയുമേതോ നിഴലിൻ വിരലുകളായി അരികിലൊരോമൽ തിരിയണയും നിമിഷമിതോ. ഒന്നുകിൽ അവിടെ അവരെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ. രണ്ടിലൊന്നേ രക്ഷപ്പെടുകയുള്ളൂ. മറ്റൊന്ന് നാമാവശേഷമാകും. എന്തിനും കൂടെ നിന്നവൾ മൊഴി മറന്നു പോയോ? ഇടനെഞ്ചിലായിരം കനവെറിഞ്ഞവൾ കഥ മറന്നു പോയോ? തരിവളകൾ അവളണിയും, അവളുടെ കാൽപ്പാടുമായി വഴികൾ മറയും. അലിയുമൊരു വന്ന് കേറിയപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. എപ്പോഴും ഒരേ ആലോചനയിലാണല്ലോ. എന്നെക്കാളും വലിയ പ്രശ്നത്തിലാണോ ചേച്ചി? എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, പക്ഷെ എനിക്കെന്റെ ജന്മം തന്നെയാണ് പ്രശ്നം. അച്ഛനും അമ്മയും ആരുമില്ലേ? ഉണ്ട്, പക്ഷെ എവിടെയാണെന്നൊന്നും അറിയില്ല. അവരെ തിരഞ്ഞ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ചേച്ചിയുടെ കഥയും എന്റെ വൈദേഹിച്ചിയുടെ കഥയും ഒന്ന് തന്നെയാ. പാവം ചേച്ചി, വൈദേഹിച്ചിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. എന്റെ അച്ഛനെ എടുത്തു വളർത്തിയതാ. അന്നൊന്നും അതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിച്ചിട്ടില്ല. ഞാനിങ്ങനെ അച്ഛൻ്റെ അമ്മയടുത്ത് നിന്ന് അകന്ന് കഴിയാൻ തുടങ്ങിയപ്പോഴാ അവരുടെ വില എന്താന്ന് മനസ്സിലായത്. വൈദേഹിച്ചൊരു വേദന. ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മ എത്രയും പെട്ടെന്ന് കിട്ടും. സങ്കടപ്പെടണ്ട കേട്ടോ. ഇങ്ങാട് വാ ചേച്ചി. ചേച്ചി വാ വാ. അയ്യോ, സ്റ്റവില് പാല് വെച്ച് മറന്നു. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് പിന്നെ ചേച്ചി അകത്തോട്ടില്ലേ? നീ ആരോടാ സംസാരിച്ച ശ്രേയെ? ആരാന്നറിയില്ല ചേച്ചി. ഒരാൾ അയാളുടെ അമ്മയെ ദേ ആ മുറി കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയതാ. മക്കളെ വേണ്ടാന്ന് വെക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ വേണ്ടാന്ന് വെക്കുന്ന മക്കളും. ഈ ഭൂമി എങ്ങോട്ടാണോ ആവോ? അതങ്ങനെയല്ലേ. ചോദിക്കുന്നവർക്ക് ദൈവം ഒരിക്കലും കൊടുക്കില്ല, വേണ്ടാത്തവർക്ക് വാരിക്കോരി കൊടുക്കും.
എന്താ ഇവിടെ നിൽക്കുന്നത്? യാഗം നടക്കുന്നിടത്തേക്ക് വന്നോടെ? ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ അവസ്ഥയാണോ എന്റേത് ഊർമിള? പിന്നെയും വല്ല പണി ഒപ്പിച്ചോ? പുതിയതെന്തോ ഒപ്പിക്കാനോ? ഇന്നലെ നടന്നൊക്കെ തന്നെ ശാന്തമായി മരിച്ചുപോയി. ഇനി വൈദേഹിയുടെ കാര്യം നോക്കാന്ന് പറഞ്ഞിരുന്നപ്പോഴാ അമ്മായി രക്ഷപ്പെട്ടു പോയത്. എന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ കറണ്ട് പോയതാ പ്രശ്നമായത്. നിന്റെ സമയം നന്നായിരുന്നോണ്ടാ കൃത്യ ആ സമയത്ത് കറണ്ട് പോയത്. അല്ലാണ്ട് പിന്നെ ഇരുട്ടത്ത് ആ രൂപം കണ്ട അമ്മ ഞാനാന്നാ കരുതിയത്. കറണ്ട് ഉണ്ടായിരുന്നെങ്കിലോ അമ്മ അച്ഛന് ശാന്തി അമ്മയെ കാണില്ലായിരുന്നോ? നീ അവരുടെ തലക്കിട്ട് അടിച്ചതും അറിയും. പിന്നെ നിനക്കിവിടെ നിക്കപ്പുറതി ഉണ്ടാവില്ലായിരുന്നു. ഒന്ന് നിർത്തു ഊർമിളെ. എനിക്കിതൊക്കെ കേട്ട് കേട്ട് മതിയായി. ആരെ കണ്ടാലും എനിക്കിപ്പോ പേടി തോന്നുക. അവര് ജീവിച്ചിരുന്നാലും സ്വസ്ഥതയില്ല, അവര് മരിച്ചാലും സ്വസ്ഥതയില്ല. എന്താ ഇപ്പൊ ഇതിനൊക്കെ ഒരു പോംവഴിയുള്ളത്? എങ്ങനെ ഇതിന്നൊക്കെ ഒന്ന് തല ഊരിക്കിട്ടുക? എല്ലാരും കൂടി എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. ആദ്യം ചെന്ന് യാഗത്തിനിരിക്കാൻ നോക്ക്. സാവകാശം എന്താ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാം. വാ. യാഗം കഴിയുന്നവരെ ഒരിടത്ത് അടങ്ങിയിരുന്നൂടെ? നിന്റെ ഈ എടുത്തുചാട്ടം അത്ര നല്ലതിനല്ല. അതിന്റെ കണ്ടില്ലേ, ഇതെല്ലാം ഈ യാഗത്തിന്റെ ഫലവാ. രണ്ടുപേരും എവിടാ ദേവ? ഇനി എന്താ നോക്കുന്ന? ചെന്ന് വിളിച്ചു വരാൻ പാ. അരുത് കൗസല്യാദേവി. ഈ യാഗപ്പുരയുടെ അതിർത്തികൾ കടക്കാൻ ശ്രമിച്ചാൽ അത് ആപത്തിനെ വിളിച്ച് വരുത്തുന്നത് പോലെയാണ്. ആരും യാഗം തീരുന്നത് വരെ പുറത്തു പോകരുത്. പോകരുതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ഗുരുക്കളെ? അവിടെ എൻ്റെ ഭാര്യയും അമ്മായിയും അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ പോകാതിരിക്കുമെന്ന് ഗുരുക്കളൊന്ന് പറ.